നിങ്ങൾ പോയി വിളിച്ചിറക്കിക്കൊണ്ട് വരുമായിരുന്നോ അതോ ആമിനെ ഇറങ്ങി വരുമായിരുന്നോ? മോക്ക് ഇറങ്ങി വരണമെന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടാക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും തള്ളയും മോനും സഹോദരിയും കൂടെ വലിച്ചഴച്ച് ബാത്റൂമിൽ കൊണ്ടിട്ട് ക്ലോസറ്റിലിട്ട് വീണ്ടും തലയിട്ട് ഇടിച്ചെന്ന് കതവ് പൂട്ടിയിട്ടിരുന്ന്. അങ്ങനെ കൊച്ചിന് വല്ലാത്തൊരു സാഹചര്യമായി പോയി. കൊച്ച് ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് രാവും പകലും. വെളുപ്പാങ്കാലത്താണ് ഇവൻ വരുന്നത്. ഇവൻ വണ്ടി ഓട്ടമെന്നും പറഞ്ഞ് കുറെ ഡാൻസുകാരികളുണ്ട് ഇവന്റെ കൂടെ പോണത്. അതിലൊരു ഡാൻസുകാരി എന്റെ മോള് വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് അവള് വന്ന് ആദ്യം പരിസരമൊക്കെ നോക്കിയിട്ട് ഇവനെ പറഞ്ഞു വിട്ട്. അപ്പോഴേ ഞങ്ങള് 50,000 രൂപ അവന് കൊടുത്ത്. ഞാൻ പറഞ്ഞു ഇപ്പൊ ഞങ്ങളെ കയ്യിൽ ഒരു 10 പൈസ ഇല്ല, നീ ആ പൈസ കൊണ്ടുതാന്ന് പറഞ്ഞു. ഓ ഞാൻ പൈസ കൊണ്ടു വന്ന് മാമി എന്നും പറഞ്ഞ് എന്നെ സന്തോഷത്തോടെ വിളിച്ചിട്ടാണ് എന്നെ അടിച്ച് എന്നെ ചെളിയിലിട്ട് വലിച്ചഴച്ച്. ആ കേസ് ഇവിടെ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. ഈ വ്യക്തി അഷ്കർ എന്നെ അടിച്ച് രാത്രി 7:30 മണിക്ക്. ഞാൻ എന്റെ മോളെ ബ്ലഡും കൊണ്ട് ബ്ലഡ് ബാങ്കിൽ പോവായിരുന്നു ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാനായിട്ട്. ആ സമയത്താണ് എന്നെ അടിച്ച് ചവിട്ടി തേച്ച്. പോലീസ് കണ്ട കാര്യമാണ് മെഡിക്കൽ കോളേജിനകത്തിരിക്കുന്നത്. എന്നിട്ടാണ് ആ പോലീസുകാരൻ പറഞ്ഞത് ഉമ്മ പോയി തുണിയെല്ലാം കഴുകിയിട്ട് പോയി പരാതി കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് മോൾ ഈ അവസ്ഥയായതുകൊണ്ട് നമുക്ക് ഒന്നിനും പറ്റുന്നില്ല. ഏത് സമയത്താ, ഏത് വർഷം? 24 തന്നെ, 2024. എന്റെ മോൻ മരിച്ചിട്ട് തുച്ഛമായ ദിവസമായിട്ടുള്ളായിരുന്നു. ആ ഒരു അവസ്ഥയും എന്റെ മോളവസ്ഥ ഞങ്ങൾ തകർന്നു പോയ നിമിഷമായിരുന്നില്ല. ഇന്നും ഞങ്ങളെ കണ്ണുനീര് തോരുന്നില്ല. എന്റെ മോളെ ഈ അവസ്ഥ കാണുമ്പോൾ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയാൻ വയ്യ. ഇവളൊന്നും നടന്നു കണ്ടാൽ മാത്രം മതി, ശരിക്കും സംസാരിക്കൂല. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എന്റെ മോള് സംസാരിക്കൂല, നടക്കൂല. 13 മാസം വരെ ഹോമോ സ്റ്റേജ് ആയിരുന്നു. എന്ത് പറ്റിയെന്ന ഡോക്ടർ പറഞ്ഞത്? പിന്നെ സെറിബെല്ലത്തില് തലച്ചോറിനകത്ത് ഇത് രക്തം കട്ടിയായിട്ട് ഇത് ട്യൂമറായിട്ട് മാറിയതാണെന്ന് പറഞ്ഞ്. ഞാൻ എവിടെയെങ്കിലും വീഴ എടുക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങളുടെ ചോദിച്ച്. അപ്പോൾ ഈ മോള് ഞങ്ങളുടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഡാൻസുകാരിയാണ് ഇവരെ ഉറ്റ സുഹൃത്ത്. ഡാൻസുകാരി ഇവന്റെ ഉമ്മ, സഹോദരി. ഇവര് നിയമപരമായി ആമിനയുമായിട്ടുള്ള വിവാഹ ബന്ധം ഏർപ്പെടുത്തിയോ? ഇല്ല ബന്ധം ഇതുവരെ ഏർപ്പെടുത്തിയില്ല. കാരണം ആമിന നല്ല പൂർണ്ണ ഇംപ്രൂവ്മെന്റ് ആയതിനു ശേഷമേ ഞങ്ങളെ പള്ളിയിൽ ഞങ്ങൾക്ക് ഇടപാട് തീർക്കാനുള്ള പേപ്പർ അയക്കാൻ പറ്റുള്ളൂ. മോള് നല്ല ഇംപ്രൂവ്മെന്റ് ആയാലേ പറ്റുള്ളൂ. ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഞങ്ങൾ എന്ന് ഹോസ്പിറ്റലിലാണ് 2 വർഷം കഴിഞ്ഞ്. ഇപ്പോഴും ഞങ്ങൾ ഇപ്പൊ വന്നിട്ട് തന്നെ 1 മാസവും 12 ദിവസവും ആയി. വീട്ടിൽ ആരൊക്കെയുള്ള നിങ്ങള്? വീട് അടച്ചിട്ടിട്ടാണ്. ഉമ്മയും മോളും അല്ലാതെ വാപ്പായും ഉണ്ട്. എന്ത് ചെയ്യാ? വാപ്പ മോളെ കൂടെയാണ് ഇപ്പൊ വീട്ടിൽ പോയിരിക്കുകയാണ്. വാപ്പാക്ക് സുഖമൊന്നുമില്ല, 2 കാലിലും നീരൊക്കെയാണ്. ഞങ്ങൾക്ക് ജോലി ചെയ്യാനെന്നുള്ള ഒരു സിറ്റുവേഷൻ അല്ല. നാട്ടുകാരാണ് ഞങ്ങളെ ഇതുവരെയൊക്കെ എത്തിച്ചത്.